മൂന്നാം ദിവസം ആങ്സൈറ്റി ആൻഡ് ഗ്രൗണ്ടിങ്. ആകുലതയും മനസ്സിനെ ഉറപ്പിക്കലും. വചനത്തിന്റെ പശ്ചാത്തലം ഗിരിപ്രഭാഷണമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. 27-ാം വാക്യം വളരെ കൃത്യമായിട്ട് പറയുന്നു, ആകുലനാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ സാധിക്കുമോ? ആകുലത എന്നത് ഒരു തിന്മയാണ്. കാരണം ദൈവവിശ്വാസം ഇല്ലാത്തവർക്കാണ് ആകുലത ഉണ്ടാകുക. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ആകുലത എന്നാൽ നിലവിലില്ലാത്ത ഒരു ഭാവിയിൽ ജീവിക്കുന്നതാണ്. നോൺ എക്സിസ്റ്റിംഗ് ഫ്യൂച്ചറിൽ ജീവിക്കുക. ഇങ്ങനെയെങ്ങാൻ സംഭവിച്ചാൽ ഞാൻ എന്തു ചെയ്യും എന്ന പേടിയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ആകുലത എങ്ങനെ ഒഴിവാക്കാം? മനഃശാസ്ത്രം പറയുന്നത് കൃത്യമായിട്ടുള്ള മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരിക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് എന്നത് നമ്മുടെ ശ്രദ്ധയെ ഭൂതകാലത്തിൻ്റെ പശ്ചാത്താപങ്ങളിൽ നിന്നോ ഭാവിയിലെ ആശങ്കകളിൽ നിന്നോ മാറ്റി ഇവിടെ ഇപ്പോൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ്. ഈശോ പറഞ്ഞു, ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശമുണ്ട്, ആ ക്ലേശം മതി. ഇത് വിരൽ ചൂണ്ടുന്നത് ഈ മനഃശാസ്ത്ര തത്വത്തിലേക്കാണ്. മൈൻഡ്ഫുൾനെസ്. ആകുലത ഒഴിവാക്കാൻ പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് പ്രെയർ. 5 മിനിറ്റ് കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഒന്നാമതായി 5 കാര്യങ്ങൾ കാണുക. അവ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയുക. ഉദാഹരണമായി ചുവരിലെ ചിത്രം, നിങ്ങൾ കാണുന്ന മേശ, വെളിച്ചം, ഇവ കണ്ട് ദൈവത്തിന് നന്ദി പറയുക. 4 കാര്യങ്ങൾ സ്പർശിക്കുക. 4 കാര്യങ്ങൾ സ്പർശിച്ച് അവയുടെ ചൂടോ തണുപ്പോ കാഠിന്യമോ മനസ്സിലാക്കുക. നിങ്ങളുടെ തലമുടി, നിങ്ങളുടെ മേശ, ചൂടുവെള്ളം, തണുത്ത വെള്ളം എന്നിവ ഉദാഹരണങ്ങൾ. 3 കേൾക്കുക. 3 ശബ്ദങ്ങൾ കേൾക്കുക. ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിലെ 3 ശബ്ദങ്ങൾ കേൾക്കുക. ഒരുപക്ഷെ പക്ഷിയുടെ ശബ്ദമായിരിക്കാം, വാഹനങ്ങളുടെ ശബ്ദമായിരിക്കാം, നിങ്ങളുടെ തന്നെ ഉച്ഛ്വാസത്തിന്റെ ശബ്ദമായിരിക്കാം. 3 ശബ്ദങ്ങൾ കേൾക്കുക. 2 ഗന്ധങ്ങൾ ശ്രദ്ധിക്കുക. ഈ മണ്ണിന്റെ മണം ശ്വസിക്കുക. നല്ല ഭക്ഷണത്തിന്റെ മണം ആസ്വദിക്കുക. 1 നാവിലെ ഒരു രുചി അറിയുക. അത് ദൈവത്തിന്റെ കരുതലിന്റെ മധുരമായി കരുതുക. ഈ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ വർത്തമാനകാലത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതായി അനുഭവപ്പെടും. ആകുലത വരുമ്പോൾ നമുക്കും പരിശീലിച്ച് നോക്കാം. ആകുലനാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും നീട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. വർത്തമാനകാലത്തിൽ ജീവിക്കുകയാണ്. ആകുലത നാളത്തെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നില്ല, നേരെ മറിച്ച് ഇന്നത്തെ കരുത്തിനെ ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. നമുക്ക് തീരുമാനമെടുക്കാം. ആകുലപ്പെടാതെ വർത്തമാനകാലത്തിൽ ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.